ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുമൊഴികളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായി യേശുക്രിസ്തുവിൻ്റെ മൊഴികളിൽ 5 എണ്ണം ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നു. ഇന്ന് 6-ാമത്തെ മൊഴിയാണ് നാം ചിന്തിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിച്ചു കേട്ട വേദഭാഗം യേശുക്രിസ്തു ക്രൂശിൽ നിന്നും മൊഴിഞ്ഞ 6-ാമത്തെ മൊഴിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യവനായ പദം ടെറ്റലസ്റ്റായി എന്നുള്ള പദമാണ്. ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും അധികം ശക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു പദമാണ് നമുക്ക് ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണമിടയാകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ പദം വളരെ ചെറിയ ഒന്നാണ് എങ്കിലും അതിൻ്റെ അർത്ഥവ്യാപ്തികൾ വളരെ വലിപ്പമുള്ളതാണ് എന്ന് നാം ഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈ പദത്തെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചാൽ ടെറ്റലസ്റ്റായി അല്ലെങ്കിൽ നിവൃത്തിയായി എന്നുള്ള പദം വളരെയധികം വിശകലനങ്ങൾ ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു പദമാണ്. പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പൂർണ്ണകാലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കുന്നതായ ഒരു യവനായ പദമാണ് ടെറ്റലസ്റ്റായി എന്നുള്ളത്. ആക്ഷൻ ഡൺ ഇൻ ദ പാസ്റ്റ്, ഇറ്റ്സ് ഇഫക്റ്റ് കണ്ടിന്യൂസ് ടുഡേ. കഴിഞ്ഞ നാളുകളിൽ നടന്ന ഒരു കാര്യം, എന്നാൽ അതിൻ്റെ ഫലം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യവനായ ഭാഷയിലെ പൂർണ്ണകാലം അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഈ പദത്തിന് ആഴമായ അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. ഈ പദം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിന് 30-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ മറ്റൊരു സുവിശേഷകനും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് നാം ഇത് കാണുന്നത്. ഏൽപ്പിച്ച ഒരു ജോലി തീർത്തു കഴിഞ്ഞപ്പോൾ ഒരു ദാസൻ യജമാനൻ്റെ അടുക്കൽ സംതൃപ്തിയോടെ പറയുന്ന വാക്കാണ് വാസ്തവത്തിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അല്ലെങ്കിൽ നിവൃത്തിയായി എന്നുള്ളതായിരിക്കുന്നതായ ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൽ ഏത് ജോലി ചെയ്തു തീർക്കുവാൻ കടന്നു വന്നോ ആ ജോലി മുഴുവൻ ചെയ്തു തീർത്തതായ ഒരു പ്രത്യേക നിമിഷത്തിലാണ് ഈ പദം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ മൊഴികളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഈ പഠനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പല ആളുകളും ഇത് കേട്ടിട്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തുഷ്ടി പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്നതായ ഒരു കത്തിൽ നിന്നും തൃശ്ശൂരുള്ളതായിരിക്കുന്നതായ കൃഷ്ണൻകുട്ടി എന്നു പേരുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങൾക്ക് എഴുതിയ ആ മെയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുവാനിടയായി. അമേരിക്കയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും പല പ്രിയപ്പെട്ടവരും ഞങ്ങളെ വിളിച്ച് അവർക്ക് ഇത് പഠിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞതിലുള്ളതായിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ പദത്തിൻ്റെ അർത്ഥം അത്രമാത്രം വ്യാപ്തിയുള്ളതാണ് എന്ന് ഗ്രഹിക്കത്തക്കവണ്ണം ദൈവം ഈ പദം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോന്നോരോന്നായി ചിന്തിക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഒരു ജോലി ഒരാളിനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ആ ജോലി ചെയ്യുന്നതിനിടയിൽ എന്തെല്ലാം കഷ്ടങ്ങളോ എന്തെല്ലാം പ്രയാസങ്ങളോ കടന്നു വന്നാലും അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൻ്റെ എല്ലാം ഒടുവിലായി അത് ചെയ്തു തീർത്ത് കഴിയുമ്പോൾ വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ ആ വ്യക്തി യജമാനൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാനത് ചെയ്തു തീർത്തു എന്ന് പറയുമ്പോൾ യജമാനുണ്ടാകുന്ന സന്തോഷവും ചെയ്തു തീർത്ത വ്യക്തിക്കുണ്ടാകുന്ന സന്തോഷവും എത്ര വലിയതാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് വാസ്തവത്തിൽ ഈ പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും.
ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ താണ ലോകത്തിലേക്ക് സകല മനുഷ്യജാതിയെയും രക്ഷിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തു കടന്നു വന്നായിരിക്കുന്ന വേളയിൽ പിതാവായ ദൈവം തൻ്റെ പുത്രൻ ഈ വലിയ ദൗത്യം നിർവഹിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് കണ്ട് അനുഭവിച്ച് സന്തോഷിക്കുന്നതായ നിമിഷങ്ങൾ തിരുവചനത്തിലെ പല വേദഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിവൃത്തിയായി എന്നുള്ള പദപ്രയോഗം ലോകത്തിൽ ബാക്കി ഒരു സമൂഹത്തിനും യാതൊരു തരത്തിലും അർഹമാക്കുവാൻ കഴിയാത്ത രീതിയിൽ യേശുവിൻ്റെതായിരിക്കുന്നതായ പ്രവൃത്തിയിലൂടെ യേശു ക്രിസ്തു അത് ചെയ്തു തീർത്തു എന്നുള്ളതും അത് മുഖാന്തരമായി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകൾ, അതിൻ്റെതായ സന്തോഷം, അത് മുഖാന്തരമുള്ള വിടുതൽ, അത് മുഖാന്തരമുള്ളതായിരിക്കുന്നതായ ശ്രേഷ്ഠതകൾ, ഇവയെല്ലാം ഇന്ന് ലോകം മനസ്സിലാക്കി ലോകത്തെമ്പാടും ദൈവത്തിൻ്റെ മക്കൾക്ക് ഇന്ന് ആനന്ദം ആ കാര്യത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒരു പുരോഹിതൻ ഒരു യാഗമൃഗത്തെ അറുത്തനന്തരമായി അതിൻ്റെ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്നതായ സംഗതികളും പരിശോധിച്ച് നോക്കിയിട്ടാണ് ആ യാഗമൃഗത്തെ അറുക്കുവാൻ തക്കവണ്ണം സമ്മതിക്കുന്നത്. ഓരോന്നോരോന്നായി മുഴുവനും പരിശോധിച്ച് നോക്കിയിട്ട് അവസാനം ആ പുരോഹിതൻ പറയുകയാണ്, ഇത് യാതൊരു ഊനവുമില്ലാത്തതാണ്, ഈ യാഗം നടക്കുന്നതിന് യാതൊരു തരത്തിലും യാതൊരു വിഷമവും ഉണ്ടാകുന്നില്ല എന്ന് വിളിച്ചു പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദം കൂടെയാണ് ഈ പദം എന്ന് മനസ്സിലാക്കാം. ഇറ്റ്സ് കംപ്ലീറ്റഡ്, ഇറ്റ് ഈസ് ഓക്കെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു യാഗമൃഗത്തെ പരിശോധിച്ചിട്ട് കൊള്ളാം, അല്ലെങ്കിൽ ഇതിന് ഊനമില്ല, ഇതെല്ലാ രീതിയിലും നന്നായിരിക്കുന്നു എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം കൂടെയാണ് ഈ പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലോകത്തിൽ അനേക യാഗങ്ങൾ നടക്കുന്നുണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാം. ആ യാഗങ്ങൾ പലതും അതിൻ്റെതായിരിക്കുന്ന പൂർണ്ണ അർത്ഥത്തിൽ ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ്, ഒരു പൂർണ്ണ യാഗമായി തീരാതിരിക്കുമ്പോൾ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്തതായിരിക്കുന്ന യാഗത്തെ ഒരു സമ്പൂർണ്ണ യാഗമായി സ്വീകരിച്ചുകൊണ്ട് അത് താൻ വിളിച്ചു പറയുന്നതായിരിക്കുന്ന വാക്കിൻ്റെ മുഴുവൻ അർത്ഥത്തിലും അതൊരു പൂർണ്ണയാഗമായിരുന്നു എന്ന് പിതാവും അംഗീകരിക്കുന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ അത് വിശദമാക്കുവാൻ ഇങ്ങനെ സാധിക്കും. ഒരു ക്യാൻവാസിൽ ഒരു ആർട്ടിസ്റ്റ് താൻ ഒരു പടം വരയ്ക്കുവാൻ തക്കവണ്ണം തുടങ്ങുമ്പോൾ ഓരോ സ്റ്റെപ്പുകളിലും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളിലും അവൻ വരച്ചു തീർക്കുന്ന ഓരോ ഭാഗങ്ങൾ അവൻ നോക്കി 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 അവസാനം അവൻ സംതൃപ്തിയിലെത്തുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അല്ലെങ്കിൽ എനിക്ക് സംതൃപ്തിയായി, ഐ ആം ഓക്കെ എന്ന് പറയുന്നതായ ആ പദപ്രയോഗത്തിൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി, ഒരു കുറവുമില്ല എന്ന് പറയുന്നതിന് പകരം യവനായ ഭാഷയിൽ ഉപയോഗിച്ചതായിരിക്കുന്ന പദമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആത്മീയ മണ്ഡലത്തിൽ ഇതിനേക്കാൾ കുറെ കൂടി ആഴമായ ഒരർത്ഥം ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കടത്തിൽ ആയിത്തീർന്ന ഒരു വ്യക്തി മറ്റൊരാൾക്ക് കൊടുക്കുവാനുള്ളതായിരിക്കുന്ന കടം കൊടുത്തു വീട്ടുവാൻ നിവൃത്തിയില്ലാതെ വളരെ ഭാരപ്പെടുന്നതായിരിക്കുന്ന ഒരു വ്യക്തി താൻ വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ആ കടമെല്ലാം തീർത്ത് കഴിയുമ്പോൾ ആ വ്യക്തിയെ സമ്പൂർണതയോടുകൂടെ നോക്കിക്കൊണ്ട്, വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ നോക്കിക്കൊണ്ട്, സന്തോഷത്തോടുകൂടെ നോക്കിക്കൊണ്ട് അത് മുഴുവൻ കൊടുത്തു തീർത്തു, അല്ലെങ്കിൽ എല്ലാം തന്നു തീർത്തു എന്ന് ആ വ്യക്തി കടം വാങ്ങിയ വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്നതായ ചേതന, ആ വ്യക്തിക്കുണ്ടാകുന്നതായ സന്തോഷം, ആ വ്യക്തിക്കുണ്ടാകുന്നതായിരിക്കുന്ന സംതൃപ്തി, അത് ഇവിടെ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം അത് സാധിക്കുന്നുണ്ട്. ഒരു കട ഉടമയായിരിക്കാൻ ചിലപ്പോൾ ആ കടം അത് വാങ്ങിക്കുന്നതായിരിക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് താന് കൊടുത്തു തീർക്കേണ്ടതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ തനിക്കുണ്ടായിരുന്ന കടച്ചീട്ട് വാങ്ങിച്ചിട്ട് മുഴുവൻ തന്നു തീർത്തു എന്ന് എഴുതി കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് അത് സ്ഫുടമാകുന്ന അല്ലെങ്കിൽ വിരിയുന്ന സന്തോഷമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയാൽ ജനനം കൊണ്ടോ അല്ലെങ്കിൽ ജീവിതം കൊണ്ടോ അവൻ്റെ ജീവിതത്തിൽ യാതൊരു പാപവും ഇല്ലാത്തവനായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇതിനു മുമ്പുള്ള ആഴ്ചകളിൽ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ
പാപത്തിൻ്റെ യാതൊരു കണികയുമില്ലാതെ സകലവും കൊടുത്തു തീർക്കുന്നതായിരിക്കുന്ന ഒരു ദൈവപുത്രനെയാണ് നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ആ ദൈവപുത്രനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും പാപത്തിൻ്റെ യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന എൻക്രോച്ച്മെൻസും അവനെ ആക്രമിക്കുവാനുള്ള യാതൊന്നും അവനിലില്ലാതെ അവൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ അത്രമാത്രം പാപരഹിതമായിരുന്നുവെന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. മനുഷ്യരിൽ നിന്ന് ജനിക്കുന്ന സകല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ പാപമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് തിരുവെഴുത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് അത് നൽകിയതായിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ജനനമായിരുന്നു യേശുവിൻ്റേത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നേരത്തെ പ്രസ്താവിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയും അതിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇവിടെ ഞാൻ സമയമെടുക്കുന്നില്ല. ജനനം കൊണ്ട് ഒരൊറ്റ വ്യക്തിക്ക് പോലും യേശുവിനെ പോലെ പാപമില്ലാത്തവനെന്ന് പറയുവാൻ കഴിയാത്ത അതേ അവസ്ഥയിലാണ് അത് യേശുക്രിസ്തുവിൻ്റെ ജനനം സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ഇവിടുത്തെ ജീവിതകാലം 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എല്ലായിടത്തും സഞ്ചരിച്ച് എല്ലാ തരത്തിലുമുള്ള ആളുകളോട് ഇടപെട്ടിട്ടും ജീവിതത്തിൽ പാപത്തിൻ്റെ കണികകൾ ഏൽക്കുവാൻ തക്കവണ്ണം ഇടയാകാതിരുന്ന ഒരേ ഒരു പരിശുദ്ധൻ ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ അത് വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. അങ്ങനെ ജീവിതം കൊണ്ടോ ജനനം കൊണ്ടോ പാപമില്ലാത്തവനായിരിക്കുന്ന ആ വ്യക്തിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവനാണ് വിളിച്ചു പറഞ്ഞത്, നിവൃത്തിയായി. എന്തോ ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നോ അതിനൊന്നിനും വിഘ്നം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒന്നിനും കഴിയാതെ സകല ലോകത്തിൻ്റെയും പാപത്തെ തൻ്റെ ജീവിതത്തിൽ ചുമന്നുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തി യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തന്നെത്താൻ അർപ്പിക്കപ്പെട്ട് ആ സംഗതി തീർത്തു കഴിഞ്ഞപ്പോഴാണ് അവൻ വിളിച്ചു പറഞ്ഞത്, നിവൃത്തിയായി, ടെറ്റലസ്റ്റായി എന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായത്. എങ്ങനെയാണ് യേശു പാപമില്ലാത്തവനായി ജനിച്ചിട്ട് പാപമില്ലാത്തവനായി ജീവിച്ചിട്ട് അവൻ പാപമാക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി എന്ന് തിരുവചനം അത് നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ പാപമില്ലാതിരുന്ന ഈ കർത്താവ് ജീവിതത്തിൻ്റെ യാതൊരു ചെയ്തികളിലും പാപത്തിൻ്റെ യാതൊന്നും കടന്നു വരാത്തവനായ ഈ കർത്താവ് തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും യാതൊരു തരത്തിലും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ജീവിതത്തെ സമ്പൂർണമായി ശുദ്ധിയിലും പരിശുദ്ധിയിലും സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ട് അതിൻ്റെ അവസാനം ചെയ്തു തീർക്കുവാനുള്ളതായിരിക്കുന്ന ആ യാഗം കാൽവരി ക്രൂശിൽ ചെയ്തു തീർത്ത് അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതായിരിക്കുന്ന വാക്കല്ലേ നിവൃത്തിയായി എന്നുള്ളത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നാം ദൈവത്തിൻ്റെ നീതിയാകുവാൻ തക്കവണ്ണം നീതിമാനായിരിക്കുന്ന കർത്താവ് തൻ്റെ ജീവിതത്തിൽ മനുഷ്യജാതിയുടെ മുഴുവൻ പാപത്തെ പേറിക്കൊണ്ട് കാൽവരി ക്രൂശിൽ തന്നെത്താൻ അർപ്പിച്ച് സകലവും നിവർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വാചകം വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് എന്നുള്ള സംഗതി എത്രയോ ശ്രേഷ്ഠമാണ്. ഒരു ചോദ്യം നമുക്കിവിടെ ന്യായമായി ചോദിപ്പാൻ തക്കവണ്ണം കാണുമായിരിക്കും. അത് മറ്റൊന്നുമല്ല, ഈ പുത്രനെ പാപത്തിൻ്റെ ഈ വലിയ ഭാരം നിർബന്ധിച്ച് പിതാവ് ഏൽപ്പിച്ചതാണോ അതോ സ്വയമായി അവൻ ഏറ്റെടുത്തതാണോ? ആ ചോദ്യം വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്. പിതാവ് പുത്രനെ എങ്ങും നിർബന്ധിക്കുന്നതായി നാം കാണുന്നില്ല. തിരുവചനം പരിശോധിച്ച് നോക്കിയാൽ ഒരു സ്ഥലത്ത് പോലും പിതാവ് പുത്രനെ സകല ലോകത്തിൻ്റെയും പാപത്തെ അത് വഹിക്കുവാൻ തക്കവണ്ണം നിർബന്ധിക്കുന്നില്ല. പക്ഷേ ആ പുത്രൻ പിതാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ തന്നെത്താൻ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പാപത്തിൻ്റെ വില കൊടുക്കുവാൻ തക്കവണ്ണം ലോകത്തിൽ ഒരൊറ്റ കുഞ്ഞിനും കഴിയാതിരുന്നപ്പോൾ സകല ലോകത്തിൻ്റെയും പാപം ഇത്രമാത്രം വലിപ്പമുള്ള ഇത്രമാത്രം ഭാരമേറിയ ഒന്നായിരിക്കുമ്പോൾ ആ പാപഭാരം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ മേൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ആ സാഹചര്യം എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. വാസ്തവത്തിൽ എത്രമാത്രം വലിയ വേദനയായിരുന്നു എൻ്റെ യേശു വഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ പാപത്തിൻ്റെ വലിയ ഭാരം
യേശു കൊടുത്തു തീർത്തു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ ന്യായമായി ചിലർ ചോദിച്ചേക്കാം, ആർക്കാ കൊടുത്തത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യം ഇവിടെ ചിലപ്പോൾ വളരെയധികം അത് ആളുകളെ ചിന്തിപ്പിക്കുന്ന ഒന്നായിരിക്കും. പാപത്തിൻ്റെ മുഴുവൻ അതേ സംഗതികളും പിശാചിൻ്റെ പിടിയിൽ കിടക്കുന്ന കാലത്തോളം പാപത്തിൻ്റെ വില കൊടുത്തത് ആർക്കാണ് എന്നുള്ള ചോദ്യം പണ്ട് മുതലേ ആളുകൾ ചോദിച്ചിട്ടുള്ളതായിരിക്കുന്ന ചോദ്യങ്ങളാണ്. 2-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ റാൻസം തിയറി അല്ലെങ്കിൽ മറുവില സിദ്ധാന്തം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു തിയറി അത് ദൈവ ഭക്തന്മാരുടെ ഇടയിലും അതുപോലെ തന്നെ വേദ പണ്ഡിതന്മാരുടെ ഇടയിലും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ആർക്കാണ് അത് ഈ പാപത്തിൻ്റെതായിരിക്കുന്ന വില അല്ലെങ്കിൽ അതിൻ്റെ ശാന്തിക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന വില കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയിട്ടുണ്ട്, പിശാചാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ, പാപത്തിൻ്റെ മുഴുവൻ കർത്തൃത്വം അവനായതുകൊണ്ട് യേശു ആ വില പിശാചിന് കൊടുത്തു എന്ന് ചിന്തിപ്പാൻ ശ്രമിച്ച പല ആളുകളുണ്ട്. പക്ഷേ ഒരിക്കലും അല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. സകല മാനവജാതിയുടെയും പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം സ്വന്തം പുത്രനാണ് വില കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആ സ്വന്തം പുത്രൻ തൻ്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം ഇടയായി. അത് പിശാചിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പിശാചിനല്ല അടിയറവ് പറയേണ്ടത്. തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പുത്രൻ തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്ത് പിതാവിന് അതിൻ്റെതായിരിക്കുന്ന നിലയിൽ വിടുതൽ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ചരിത്രം കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിതാവാണ് നിശ്ചയമായിട്ടും അതിനുള്ള പരിഹാരം നൽകിയതെങ്കിൽ പുത്രൻ അതിനുള്ളതായിരിക്കുന്ന വില മുഴുവനും യേശു കൊടുത്തത് പിതാവിൻ്റെ പക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. അത് മറ്റൊന്നുമായിരുന്നില്ല, തൻ്റെ ജീവനെ തന്നെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ന്യായപ്രമാണത്തിന് കൊടുത്തു തീർക്കുവാൻ കഴിയാത്തത്, വാട്ട് ദ ലോ കുഡ് നോട്ട് ഗിവ്, ന്യായപ്രമാണത്തിന് കൊടുത്തു തീർക്കുവാൻ കഴിയാത്തതാണ് വാസ്തവത്തിൽ യേശു കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ന്യായപ്രമാണം എപ്പോഴും അതിൻ്റെതായിരിക്കുന്ന നിയമസംഹിതകളിൽ നിന്നുകൊണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് വിളിച്ചു പറയുമ്പോൾ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും കൊടുത്തവനായിരിക്കുന്ന കർത്താവ് സകല ലോകത്തിൻ്റെയും പാപത്തെ കൊടുത്തു തീർത്തതിന് ശേഷം വിളിച്ചു പറഞ്ഞു, നിവൃത്തിയായി, എനിക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർത്തു, പാപത്തിന് പരിഹാരമായി ഞാൻ ചെയ്യേണ്ടതായിരിക്കുന്ന മുഴുവൻ വിലയും ഞാൻ കൊടുത്തു തീർത്തു എന്ന് അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരുപാട് സംഗതികൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പോൾ നമുക്ക് സൗഖ്യമുണ്ടാകുവാൻ കാരണം, വിടുതലുണ്ടാകുവാൻ കാരണം യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാലാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവനൊരു യാഗമായി തീർന്നു, അവനൊരു അകൃത്യയാഗമായി തീർന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു യാഗം മുഖാന്തരം മൃഗങ്ങളുടെ യാഗത്താൽ ഉണ്ടാകുന്ന പഴയ നിയമകാലത്തെ വിടുതലിൽ നിന്ന് വ്യത്യാസമായി യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ യാഗത്താൽ ലോകത്തെ മുഴുവനും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം സമ്മതിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ രീതിയിൽ ക്രിസ്തുവിൽ സകലവും നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഒരുപാട് ചലഞ്ചസ്, വെല്ലുവിളികൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ യേശു ചെയ്തായിരിക്കുന്ന ആ പ്രവൃത്തി മുഖാന്തരം സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് തിരുവചനത്തിൽ നോക്കിയാൽ നമുക്ക് ധാരാളം വസ്തുതകൾ അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പാപത്തിൻ്റെ സകല ശക്തിയെയും ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് യേശു കാൽവറിയിലൂടെ നേടിയതായിരിക്കുന്ന ആ വിടുതലിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? പാപത്തിൻ്റെ വിഷമുള്ളാണ് മരണം. ആ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു തമ്പുരാൻ നിശ്ചയമായും 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ പാപത്തിൻ്റെ മേൽ എന്തു വിധത്തിലുള്ളായിരുന്നായ അധികാരമുണ്ടായിരുന്നാലും അതിനെ മുഴുവനും തീർത്തുകൊണ്ട് അതിനെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് കാൽവരി ക്രൂശിൽ വിജയം നേടുവാൻ തക്കവണ്ണം
ഇടയായി തീർന്നുവെന്ന് കാണാം. വാസ്തവത്തിൽ അപമാനത്തിൻ്റെ ഒരു ചോദ്യമായിരുന്നു പാപത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യജാതി അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ അതിന് ബഹുമാനത്തോടുള്ളായിരിക്കുന്ന ഒരു മറുപടിയാണ് ക്രൂശിൽ നിന്നും മുഴങ്ങിക്കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. ആ ബഹുമാനത്തിൻ്റെ മറുപടി മറ്റൊന്നുമായിരുന്നില്ല. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി, അത് നിവർത്തിച്ചു കഴിഞ്ഞു എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് നിത്യമായിരിക്കുന്ന നാശത്തിൽ നിന്നും നിത്യമായ ശാപത്തിൽ നിന്നും നിത്യമായ അനുഗ്രഹത്തിലേക്കും നിത്യമായ ജീവനിലേക്കും കടക്കുവാൻ അത് കാരണമായി തീർന്നു. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു, അതാണല്ലോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. പാപപരിഹാരമായി യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണമുഖാന്തരം ലോകത്തിലെ സകല മാനവജാതിക്കും ആ വിടുതലിൻ്റെ സുവാർത്ത എത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവിടെ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, വർഗവർണ്ണ വ്യത്യാസമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ യാതൊരു വ്യത്യാസവും അവിടെയില്ല. പാപിയായി മുൻപോട്ട് പോകുന്നായിരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന ഈ വലിയ സുവാർത്ത, ഈ വലിയ സുന്ദരമായിരിക്കുന്ന ശബ്ദം നമുക്ക് ജീവിതത്തോടുള്ളായിരിക്കുന്ന ബന്ധത്തിൽ വിളിച്ച് ആഘോഷിക്കുവാനും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും കഴിയുന്ന ഒരു ശബ്ദമാണ് ക്രൂശിൽ നിന്ന് കേട്ട 6ാമത്തെ ഈ തിരുമൊഴി. നിവൃത്തിയായി എല്ലാ ജാതിക്കും എല്ലാ മതത്തിനും എല്ലാ ഇടങ്ങളിലുമുള്ള എല്ലാ ആളുകൾക്കും ഈ വലിയ ദൗത്യം നിർവഹിക്കപ്പെട്ടതിൻ്റെ സുവാർത്ത അനുഭവിപ്പാൻ തക്കവണ്ണം സാധിക്കും. കാട്ടിൽ കിടക്കുന്നവനും നാട്ടിൽ കഴിയുന്നവനും അതുപോലെ തന്നെ പച്ചപ്പരിഷ്കാരിക്കും അപരിഷ്കൃതനായിരിക്കുന്ന വ്യക്തിക്കും ഒരേ ഒരു മാർഗം മാത്രമേ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുവാൻ തക്കവണ്ണമുള്ളൂ. ആ ലഭ്യത യേശുവിലൂടെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം നൽകിയിട്ടുള്ളായിരിക്കുന്ന നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ മരണത്തിൻ്റെ അധികാരി എന്ന് പറയുന്ന പിശാചാണ്. പിശാചിൻ്റെ പുറകെ പോകുന്ന ആളുകൾ ആദ്യമൊക്കെ സന്തോഷിക്കും, പല കാര്യങ്ങളും അവർക്ക് നടക്കുന്നു എന്ന് തോന്നിയേക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണത്തിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാച് അവസാനം സകല മനുഷ്യനെയും മരണത്തിൻ്റെ അടിത്തട്ടിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശുക്രിസ്തു ചെയ്തതായിരിക്കുന്ന ആ വലിയ സംഗതി, ആ വലിയ ശത്രുവായിരിക്കുന്ന പിശാചിൻ്റെ ആ പഴയ പാമ്പിൻ്റെ കടിയിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്ത്രീയുടെ സന്തതിയെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം സർപ്പം പരിപാടികളിട്ട് ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങളെ ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ കേട്ടതായിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്ന ഈ സംഗതി, ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് എ വിക്ടറി, ഒരു വലിയ വിജയത്തിൻ്റെ ശബ്ദമായിരുന്നു ഇത് എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ ചിലപ്പോൾ അതിനെ ഇങ്ങനെ വിളിക്കാറുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ക്രിസ്തീയ ഇടപാടുകളുടെയും ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ഏറ്റവും വലിയ വിജയം. നെപ്പോളിയൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു വാട്ടർലൂ പോലെയായിരുന്നു പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന് അനുഭവിക്കേണ്ടി വന്നത്. ക്രൂശിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞ ആ ഒരു വലിയ വിജയം നിശ്ചയമായിട്ടും അനുഭവിച്ചത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സുവിശേഷകന്റെ കഥയാണ്. അതിനെക്കുറിച്ച് ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു ഉച്ചക്കിറുക്കനെ പോലെ അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന വാചകം, വാട്ട്സ് ഐ ഷുഡ് ഡു ഫോർ മൈ സാൽവേഷൻ. ഓടി വന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ഉറച്ച് ചോദിച്ചുകൊണ്ട് താൻ മുമ്പിലേക്ക് ഓടി വരുമ്പോൾ വേഴ്സ്ബി എന്ന് പറയുന്നതായിരിക്കുന്ന ദൈവഭൃത്യൻ അതിന് കൊടുത്തായിരിക്കുന്ന മറുപടി, അതിനു വേണ്ടിയുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനിയും നിനക്ക് അതിനുവേണ്ടി ഒന്നും ചെയ്യുവാൻ തക്കവണ്ണമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ താൻ വളരെ പരിഭ്രാന്തനായി. അയ്യോ, എനിക്കിനി ഒന്നും ചെയ്യാനില്ലേ? എൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ എനിക്കിനി ഒന്നും ചെയ്യാനില്ലേ? അതിന് കേട്ട മറുപടി പിന്നെയും അത് തന്നെയായിരുന്നു, നിനക്ക് ഒന്നും ചെയ്യുവാൻ തക്കവണ്ണമില്ല. എന്നിട്ടും ആ മനുഷ്യൻ എടുത്തു ചോദിച്ചു, അപ്പോൾ എനിക്കിനി ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തില്ലേ? അതിന് ആ ദൈവഭൃത്യൻ കൊടുത്തതായിരിക്കുന്ന മറുപടി, നീ വേറൊന്നും ചെയ്യണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ബിലീവ്.
അതാണ് നിവൃത്തിയായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്താണ് നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സംഗതി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്നത് പാപത്തിൻ്റെ ക്ഷമയ്ക്കുള്ളത് മുഴുവനും നിവർത്തിയാകുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിൻ്റെ നീതി മുഴുവനും നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദീർഘ നൂറ്റാണ്ടുകൾ പാപത്തിൻ്റെ അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൻ്റെ ഡിമാൻഡുകൾ അത് നമ്മുടെ മേലുണ്ടായിരുന്നത് എന്നേക്കുമായി ഇല്ലാതാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കൃപയുടെ യുഗം നമ്മുടെ ജീവിതത്തിൽ തുറക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി എന്ന് മാത്രമല്ല, എന്നേക്കുമായി സാത്താനെ അത് തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ അത് തോൽവിയുടെ മാത്രം അധികാരിയാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യന് വിരോധമായ എല്ലാ കൈയെഴുത്തുകളും അവിടെ വെച്ച് മായ്ക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചിട്ട് ഈ ക്രിസ്തുവിൽ കൂടെ ജയോത്സവം കൊണ്ടാടുവാൻ ഇടയായി തീർന്ന പ്രഖ്യാപനമായിരുന്നു നിവർത്തിയായി എന്നുള്ളതായിരിക്കുന്നതായ പദപ്രയോഗം. യേശു ക്രിസ്തു നൽകുന്ന ഈ രക്ഷ യഹൂദനും ജാതിക്കും അനുഭവിപ്പാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത അവിടെ ഉറപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇനിയും കുർബാനയുടെയും കുമ്പസാരത്തിൻ്റെയും കുന്തിരുക്കത്തിൻ്റെയും ആവശ്യമില്ല. കാൽവറിയിലൂടെ ലഭ്യമായ ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ തക്കവണ്ണം കഴിയും. അഞ്ചാമത്തെ അതേ മൊഴിയിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായി ആറാമത്തെ മൊഴിയിൽ ഇനി ഒരിക്കലും ദാഹിക്കാതെ സംതൃപ്തനായിരിക്കുന്നതായ പുത്രന്റെ ശബ്ദമായിരുന്നു നിവർത്തിയായി എന്നുള്ളത്. ലോകം, ജഡം, പിശാച് ഇവയെ ഒന്നിച്ച് കീഴടക്കി 3 ലോകങ്ങളിലും യേശുക്രിസ്തു അത് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. പ്രസവവേദനയിലായ ഒരു മാതാവിൻ്റെ ചിത്രം പോലെ അത് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിഞ്ഞ പോലെ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു നിവർത്തിയായി. ഈ നിരപ്പിൻ്റെ പ്രഖ്യാപനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതും അതെ പ്രേക്ഷകരായിരിക്കും നിങ്ങൾ കാണുവാൻ കഴിഞ്ഞതും. ദയവായി നിങ്ങളുടെ ജീവിതത്തെ ഒരു നിമിഷം യേശുവിനായി സമർപ്പിച്ചു കൊടുക്കൂ. ഇതുവരെയും നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനായി നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇന്നത്തെ ഈ സന്ദേശം. ഒരു നിമിഷം അങ്ങനെ താല്പര്യമുള്ളവർ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നിവൃത്തിയായി എന്നുള്ളതായിരിക്കുന്ന ദൈവവചനം ഞങ്ങളുടെ പലരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ദൂതായി തീരുവാനിടയാക്കിയല്ലോ. ഞങ്ങൾക്ക് വേണ്ടി സകലവും സഹിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് ഏൽപ്പിച്ച് തരുന്നു. കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി അവർക്ക് വേണ്ടിയുള്ളായിരിക്കുന്ന പാപക്ഷമയുടെ പ്രവൃത്തി നിവർത്തിയായി എന്ന് മനസ്സിലാക്കുവാൻ കൃപ കൊടുത്താട്ട്. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. കാനഡയിൽ ടൊറോണ്ടോയിലുള്ള കേരള ക്രിസ്ത്യൻ അസംബ്ലി പ്രക്ഷേപണം ചെയ്യുന്ന സുവാർത്ത സന്ദേശം എന്ന പ്രോഗ്രാമാണ് നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിൽ എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 9 മണിക്കും ചൊവ്വാഴ്ച രാവിലെ 7:30 ഇന്ത്യയിലും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിച്ചാലും അതിനായി ഈ സ്ക്രീനിൽ നൽകിയിരിക്കുന്നതായ നമ്പറുകൾ, ഇമെയിൽ എന്നിവ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പ്രത്യേകം വന്ദനം.